إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനും സന്തോഷത്തിൻ്റെ പെരുന്നാളുമൊക്കെ കഴിഞ്ഞ് 6 നോമ്പും അവസാനിച്ച് പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ നാളുകളിൽ നമുക്കൊരുപാട് നന്മകൾ നേടിയെടുക്കാൻ സാധിച്ചു. ഈമാനും തഖ്വയും അത് നേടിയെടുക്കാൻ എത്ര ശ്രമകരമാണോ അതിലേറെ പ്രയാസകരമാണ് നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തുക എന്ന കാര്യത്തിൽ. ഒരു വസ്തുവിൻ്റെ നിർമ്മാണത്തിൽ ഏറെ സമയവും അധ്വാനവും ആവശ്യമാണ്. എന്നാൽ അത് തകർക്കുവാൻ നിമിഷങ്ങൾ മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. ക്ഷമയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും നമ്മൾ നേടിയെടുത്ത ആത്മീയമായ വിശുദ്ധി താൽക്കാലികമായ സുഖങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും വേണ്ടി തകർക്കുന്ന ഒരവസ്ഥ ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാചി സർവശക്തിയും ഉപയോഗിച്ച് നമ്മ വഴിതെറ്റിക്കുവാൻ, നമ്മുടെ ഈമാനിന് പുഴുക്കുത്തേൽപ്പിക്കാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പിശാചിനെ പരിചയപ്പെടുത്തുന്നിടത്ത് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, പിശാച് നിങ്ങളുടെ മുഖ്യ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ ശത്രുവായി സ്വീകരിക്കണം. കാരണം അവൻ ചെയ്യുന്ന പണി ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവൻ്റെ ആളുകളെ അവൻ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്
ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, സഈർ എന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ആളാക്കി തീർക്കുവാനാണ്. പിശാച് നമ്മളെ വിളിക്കുന്നത്, പിശാച് നമ്മളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിന്റെ ആളാക്കുവാനല്ല, മറിച്ച് കത്തിയാളുന്ന നരകത്തിന്റെ ഭാഗമായി തീരാനാണ് അവൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പിശാച് സകല ശക്തിയും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് മനുഷ്യരെ വഴിതെറ്റിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തിറങ്ങിയതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഫബിമ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അല്ലാഹുവേ, നിന്റെ അടിമകൾ ഏറ്റവും നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഏറ്റവും വിശുദ്ധമായ വഴികളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ, വിശുദ്ധി കൈവരിച്ച് ആ മാർഗത്തിലൂടെ അവർ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ, ആ മാർഗത്തിൽ ഞാൻ വന്നിരിക്കും, ഞാൻ അവരെ വഴിതെറ്റിക്കും, ഞാൻ അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവരെ അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല, സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, ഞാൻ അവരുടെ മുന്നിലൂടെ വരും, ഞാൻ അവരുടെ പിന്നിലൂടെ വരും, ഞാൻ അവരുടെ ഇടതുഭാഗത്തുകൂടെ വരും, ഞാൻ അവരുടെ വലതുഭാഗത്തുകൂടെ വരും. എല്ലാ കുതന്ത്രങ്ങളും ഉപയോഗിച്ച്, സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് അവരെ തിന്മകളിലേക്ക് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് അവസാനം പരിശുദ്ധ ഖുർആൻ പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു വാചകം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വലാ തജിദു അക്സറുഹും ലില്ലാഹി ശാക്കിരീൻ. എന്നാൽ അധിക ജനങ്ങളും പിശാചിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെടുകയും കുറഞ്ഞ ആളുകൾ മാത്രമേ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നന്മയുടെ മാർഗത്തിൽ, സുഹൃതത്തിന്റെ മാർഗത്തിൽ, ആത്മീയ വിശുദ്ധിയിൽ നിലനിൽക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ ഭൂരിഭാഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന് നമ്മൾ പേടിക്കണം. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പേടണം. യാ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു, അവൻ ആവശ്യമായതെല്ലാം പഠിപ്പിച്ചു തന്നു. നന്മയുടെ മാർഗം പഠിപ്പിച്ചു, തിന്മയുടെ മാർഗം പഠിപ്പിച്ചു, അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. മാത്രമല്ല, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനെ കൊടുത്തു, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനെയും നിശ്ചയിച്ചു. അതാരാണ്? മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ മലക്കുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ അള്ളാഹു നിശ്ചയിച്ചു. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ ജിന്നുകളിൽപ്പെട്ടൊരു ഖരീനിനെ അള്ളാഹു നിശ്ചയിച്ചു. ഇത് കേട്ടപ്പോ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ. മനുഷ്യരിൽ നിന്ന് ഒരാളും തന്നെ ഇല്ല ജിന്നുകളിൽ നിന്നുള്ള ഖരീനിനെ നിശ്ചയിച്ചിട്ടല്ലാതെ. ഇത് പറഞ്ഞപ്പോ സഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു, ഇയ്യാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെയും തിന്മകളിലേക്ക് നയിക്കാൻ, തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ജിന്നുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വഇയ്യായ, എനിക്കും തിന്മയിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന പിശാചുക്കളിൽപ്പെട്ടൊരു കൂട്ടുകാരനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു, ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. എന്നാൽ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ജിന്നുകളിൽപ്പെട്ട ഖരീനെ പ്രവാചകൻ പറയുന്നു, എന്നോട് അവർ നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരെയും നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനുമുണ്ട്, തിന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനുമുണ്ട്. എന്നാൽ പ്രവാചകനെ തിന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരനും നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരനും നന്മയല്ലാതെ പ്രവാചകനോട് പറയുകയില്ല. കാരണം പ്രവാചകൻ മഅസൂമാണ്, പാപസുരക്ഷിതരാണ്,
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെടാതെ നമ്മുടെ തഖ്വ, നേടിയെടുത്ത തഖ്വ അത് നിലനിർത്തുവാൻ, പരമവഞ്ചകനായ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിൽ ദൂനൽ ഫറായിദി. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. എന്തിനാണ് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കുന്നത്? സുന്നത്തുകൾ എന്ന് പറയുന്നത് ഫർളുകൾക്ക് വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനും ഈമാനും വിശുദ്ധിയും നിലനിർത്തുവാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുവാനും സുന്നത്തായ കർമ്മങ്ങളിലൂടെ, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ, ഒരടിമയും എന്നിലേക്ക് അടുക്കുന്നില്ല, അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറത്തു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും എന്നിലേക്ക് അടുക്കുന്നില്ല. ഒരു മനുഷ്യനും അവന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നിർബന്ധമായ കർമ്മങ്ങളിലൂടെയാണ്. ഇനി അടുത്ത വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്നാൽ ഒരു മനുഷ്യൻ റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഒരുപാട് നേടാൻ അവന് കഴിയുന്നത് ഐച്ഛികമായ കർമ്മങ്ങളിലൂടെയാണ്. അത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഐച്ഛികമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ ഫർളിന്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ സാബറ അലസ്നതൈ അശറത റകഅതൻ, ഒരാൾ 12 റകഅത്ത് റവാത്തിബ് സുന്നത്ത് പതിവായി നിർവഹിച്ചാൽ, മനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ഏതാണ് റവാത്തിബ് സുന്നത്തുകൾ? നമുക്കറിയാം. ദുഹറിന് മുമ്പ് 4, ദുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഈ റവാത്തിബ് സുന്നത്തുകൾ ഒരാൾ പതിവാക്കിയാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇങ്ങനെ എത്രയെത്ര സുന്നത്തുകൾ, എത്രയെത്ര ഐച്ഛികമായ കർമ്മങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാത്രമല്ല, സുബഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റകഅത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് ഈ ദുനിയാവും അതിലെന്തൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിനേക്കാളും ഉത്തമമാണ് 2 റകഅത്ത് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല, ദുഹാ നമസ്കാരത്തെ കുറിച്ച് നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എത്ര സന്ധികളുണ്ടോ ഓരോ സന്ധികൾക്കും അള്ളാഹുവിന് സദഖ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഓരോ തസ്ബീഹും സദഖയാണ്, ഓരോ തഹ്മീദും സദഖയാണ്, ഓരോ തഹ്ലീലും സദഖയാണ്, ഓരോ തക്ബീറും സദഖയാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു സദഖയാണ്. ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന് കൊടുക്കുന്ന സദഖയാണ്. ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു സദഖയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്മ കൽപ്പിക്കൽ സദഖയാണ്, തിന്മ വിരോധിക്കൽ സദഖയാണ്. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുജ്സിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരമായി മതിയാകുന്നതാണ് റകഅതാനി യർഖഉമാ മിനൽ ദുഹാ, ദുഹാ സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന 2 റകഅത്ത്. നിങ്ങൾ നോക്കൂ, ഏതാണ് ദുഹയുടെ സമയം? സുബഹി ബാങ്ക് കഴിഞ്ഞ് ശുറൂക്ക് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹയുടെ നമസ്കാരം നമുക്ക് ആരംഭിക്കാം. ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ദുഹാ നമസ്കാരം നിർവഹിക്കാം. ദുഹാ നമസ്കാരം ഒരാൾ ശുറൂക്ക് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ പേര് സ്വലാത്തുൽ ഇശ്റാഖ്. അല്ലാത്ത സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയും. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു സൂര്യന്റെ വെളിച്ചമൊക്കെ വന്നതിന് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് സ്വലാത്തുൽ ദുഹാ എന്ന് പേര് പറയും. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഈ സുന്നത്ത് നമസ്കാരമുണ്ട്. ഈ സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം നമ്മളിൽ നിലനിർത്തി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും
നമ്മൾ നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തുവാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി, അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. റമദാനോടുകൂടി ഖുർആനിന്റെ പാരായണം അവസാനിക്കരുത്. റമദാനോടുകൂടി ഖുർആനിന്റെ പഠനം ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഈ ഖുർആനിനെ പഠിക്കാനും ചിന്തിക്കാനും ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു. ആരുണ്ട് ചിന്തിക്കാൻ, ആരുണ്ട് പഠിക്കാൻ എന്ന് നമ്മളോടാണ് ചോദിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് എരിപൊരികൊള്ളുന്ന വെയിലത്ത് എല്ലാം ഏറ്റുവാങ്ങി നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ കവാടത്തിൽ വെച്ച് വേദനയോടെ സങ്കടത്തോടെ എന്റെ സങ്കടമേ എന്റെ വേദനയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയുമ്പോ നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാര് വന്നില്ലേ? നിങ്ങൾക്കൊരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നില്ലേ? അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്തേ ചിന്തിക്കാതെ പോയി, നിങ്ങൾ എന്തേ മനനം ചെയ്യാതെ പോയി എന്ന് നാളെ മലക്കുകൾ, നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ നമ്മളോട് ചോദിക്കുമെന്ന ചിന്തയും ബോധവുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം, നാവുകൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ നിലനിർത്തണം. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ ഉറക്കിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ എത്രയെത്ര ദിക്റുകളാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ വന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, മതവിധികൾ ഒരുപാടുണ്ട് ചെയ്യാൻ, മതവിധികൾ ഒരുപാടുണ്ട്, പക്ഷേ ഫഅഖ്ബിർനി ബിശൈഇൻ, എന്തെങ്കിലും ഒന്നെനിക്ക് പറഞ്ഞു തരുമോ? എന്താണത്? അതശബ്ബസു ബിഹി, എനിക്ക് പതിവായി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് നീ പച്ചയായി നിലനിർത്തണം. എപ്പോഴും നിന്റെ നാവിൽ ദിക്റുണ്ടാകണം. നിങ്ങൾ നോക്കൂ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, രാവിലെ എഴുന്നേൽക്കാൻ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു, പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു, ബാത്റൂമിലേക്ക് കയറുന്നു, പള്ളിയിലേക്ക് കയറുന്നു, പുതിയ വസ്ത്രം ധരിക്കുന്നു, വാഹനത്തിലേക്ക് കയറുന്നു, വീട്ടിലേക്ക് വരുന്നു, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ദിക്റുകളും ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിനെ ഓർക്കുക. അങ്ങനെ ഓർക്കുന്നവർക്കാണ് നേടിയെടുത്ത വിശുദ്ധി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന മുവഹ്ഹിദീങ്ങളുടെ മുഹ്യിസിന്നുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നൊരു വസിയത്തുണ്ട്. അതൊരു വല്ലാത്ത വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് മുആദിനോട് പറഞ്ഞു, യാ മുആദേ, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ
മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, റസൂലേ എനിക്ക് നിങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ മുആദിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഉസീക യാ മുആദ്, മുആദേ ഞാൻ നിനക്കൊരു വസിയത്ത് തരാം. ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ പേരാണ് വസിയത്ത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, മുആദേ ഞാനൊരു ഉപദേശം തരാം. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, ഒരു നമസ്കാരാനന്തരവും ഇത് പറയാൻ നീ മറന്നുപോകരുത്, വിട്ടുപോകരുത്. അതെന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിനക്ക് ശുക്ർ ചെയ്യാൻ, വഹുസ്നി ഇബാദതിക നിനക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. സത്യം പറഞ്ഞാൽ ഈ റമദാനിൽ പള്ളിയിൽ വരാൻ ആഗ്രഹിച്ചിട്ടും പള്ളിയിൽ വരാൻ കഴിയാത്ത രോഗികളായി കിടക്കുന്ന നൂറുകണക്കിന് ആളുകളെ പല വീടുകളിലുമുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്നൊരു വാചകമുണ്ട്, അൽഹംദുലില്ലാ പടച്ചോൻ ഈ റമദാനിലും എല്ലാ ദിവസവും പള്ളിയിൽ വരാനും എല്ലാ ദിവസവും നിസ്കരിക്കാനും എല്ലാ ദിവസവും നോമ്പെടുക്കാനും എല്ലാ നന്മകളിലും പങ്കാളികളാകാനും എനിക്കിങ്ങൊക്കെ സാധിച്ചു. അതെന്താ അറിയോ? പടച്ചോൻ തന്നൊരു തൗഫീക്ക. ഇനിയും ഇത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? പടച്ചോൻ്റെ തൗഫീക്ക ആവശ്യമാണ്. ഒരു സെക്കൻഡ്, ഒരു കാല്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ പടച്ചോൻ്റെ തൗഫീക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും നിലനിർത്തണം. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയണമെന്നറിയോ? നിലവിൽ നല്ലൊരു നന്മയുടെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇത്രയും ദിവസം നമ്മൾ കടന്നുപോയത്. റമദാനിന് ശേഷം അത് നിലനിർത്താൻ പറ്റണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒന്നാണ്. നല്ലവരോടൊപ്പം സഹവസിക്കുക. പള്ളിയിൽ വന്ന് തറാവി നിസ്കരിക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്, സുബഹി നിസ്കരിക്കാൻ ഒന്നിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ആ നല്ല മനുഷ്യരോടൊപ്പം ജീവിതകാലം നിലനിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളെ മനസ്സിലാക്കാൻ അയാളുടെ കൂട്ടുകാരനെ മാത്രം നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ മതം അയാളുടെ കൂട്ടുകാരൻ്റെ മതമായിരിക്കും. അത്ര വലിയ സ്വാധീനമാണ് കൂട്ടുകാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം. അതേപോലെ തന്നെ ഒരാത്മവിചാരണ നമ്മളെക്കുറിച്ച് എല്ലാ രാത്രികളിലും നമ്മൾ ആലോചിക്കണം. ഒരാത്മവിചാരണം നമ്മൾ നടത്തണം. പടച്ചോനെ, ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? എൻ്റെ ഖബർ എന്തായിരിക്കും? മലക്കുകളുടെ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ എന്ന എൻ്റെ നന്മകളെക്കുറിച്ച് എൻ്റെ തിന്മകളെക്കുറിച്ച് ഒരാത്മവിചാരണ, മരണത്തെക്കുറിച്ചുള്ള ഒരാത്മവിചാരണ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എങ്കിൽ നേടിയെടുത്ത വിശുദ്ധി മരണം വരെയും നിലനിർത്തി സ്വർഗത്തിൻ്റെ പൂങ്കാവനത്തിൽ ഒന്നിച്ച് സന്തോഷത്തോടെ പ്രവാചകന്മാരോടൊപ്പം സഹവസിക്കാൻ, വിരാജിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സൗഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആത്മാർത്ഥമായി എല്ലാവരും അവരവർ പടച്ച റബ്ബിനോട് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ റബ്ബിനോട് പറയാം, അല്ലാഹുവേ സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവുമാണ് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥമായി എല്ലാവരും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അക്രമങ്ങളും അവരിതുവരെ നടത്തി വന്ന ദുരന്തപൂർണമായ എല്ലാവിധ അപകടങ്ങളെക്കുറിച്ചും അറിയാവുന്നവരും ബോധ്യമുള്ളവരുമാണ്. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്സത്തും ഖുവ്വത്തും കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി, വിജയം കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആ നന്മ നിലനിർത്താൻ, നമ്മുടെ നാട്ടിലും ആ സുഹൃതങ്ങൾ നിലനിർത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുരക്ഷിതത്വവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് ഇസ്സത്തും ഖുവ്വത്തും നൽകി
ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് നാളെ പരലോകത്ത് വിജയശ്രീലാളിതരായി പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ കടങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മനപ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റി തരുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കരകയറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.